നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചേച്ചി, എന്തായിരുന്നു അവിടെ ഒരു ചർച്ച? ഞാനായിരുന്നു വിഷയം എന്നൊക്കെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടെന്താ? നിന്നെ കുറിച്ച് ഞങ്ങൾക്കാർക്കും ഒന്നും സംസാരിക്കാൻ പാടില്ലേ എന്ന് ഞാൻ പറഞ്ഞു. എന്നെ കുറിച്ച് എന്താ സംസാരിച്ചെന്ന് അറിയാനുള്ള താല്പര്യം എനിക്ക് ഉണ്ടാവില്ലേ? നീ എങ്ങനെ എല്ലാം അറിയണ്ട. ചില അറിവുകൾ കൂടിപ്പോയതിന്റെ കുഴപ്പമൊക്കെ നിനക്കുണ്ട്. ദേ, ഒരു കാര്യം മാത്രം ഞാൻ പറയാം. നിന്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന അമ്പിളിച്ചേച്ചിയും രഘുവേട്ടനെ നീ വേദനിപ്പിച്ച അതോർത്ത് നീ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. എനിക്ക് നിന്നെ സഹായിക്കണമെന്നുണ്ട് വിനയ, പക്ഷെ ഇത് എൻ്റെ കയ്യിൽ നിൽക്കൂല. നോൺ ഒഫൻസ് സർട്ടിഫിക്കറ്റില് ലോക്കൽ പോലീസിന് വെരിഫിക്കേഷൻ ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന SP ഓഫീസിൽ നിന്നാണ്. സുപ്പീരിയൻറ്റന്റ് ഓഫ് പോലീസിന്റെ സൈനോട് കൂടി വരുന്ന ഒരു പേപ്പറാണ്. കോടതിയിൽ കേസുള്ള ഒരാൾക്ക് ഒരു NOC വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ കൂട്ടുന്ന ഉറപ്പായി എന്റെ തൊപ്പി തെറിക്കും. അപ്പോ എനിക്കിത് കിട്ടാൻ ഒരു വഴിയുമില്ലല്ലേ സർ? തൽക്കാലം ഒരു വഴിയുമില്ല. ഒന്നുകിൽ ആ കേസില് നീ നിരപരാധിയാണെന്ന് കോടതി കണ്ടെത്തണം, അല്ലെങ്കിൽ കേസ് കൊടുത്ത ആളത് പിൻവലിക്കണം. ഇതിലേതെങ്കിലും ഒന്ന് നടന്നു കിട്ടിയാ നമുക്ക് ആലോചിക്കാം. 10 ദിവസത്തിനകം ജോലിയിൽ ജോയിൻ ചെയ്യണം. അതിനുള്ളിൽ എന്തായാലും ഇതൊന്നും നടക്കില്ല. അപ്പൊ പിന്നെ ഇതൊക്കെ മറന്നേക്കല്ല സാർ. എന്ന് ഞാൻ പറയില്ല. നമ്മളൊന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവസാന നിമിഷം വരെ അതിനുവേണ്ടി ശ്രമിക്കണം. വിനയന്റെ ബന്ധുക്കൾ കൊടുത്ത കേസിൽ നിന്ന് വിനയനെ അവർക്ക് ഒഴിവാക്കാൻ തോന്നിയ തന്റെ വഴി തനിക്ക് തുറന്നു കിട്ടിയേക്കും. ദാസാറും രഘുവൊക്കെ തനിക്ക് സപ്പോർട്ടാണല്ലോ. എല്ലാ വാതിലും ഒന്ന് മുട്ടി നോക്കണം വിനയാ. ഏതെങ്കിലും ഒരു വാതിൽ നിനക്ക് വേണ്ടി തുറന്നാലോ? ഞാൻ പറയുന്ന കാര്യം വിനയന് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്, മനസ്സിലാവുന്നുണ്ട്. ഞാൻ ശ്രമിച്ചു നോക്കാം സാർ. ശരി, എന്താ വിനയം പൊയ്ക്കോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. സാർ, ആ FIR ഡീറ്റെയിൽസ് എടുത്തുണ്ടോ? ഓക്കെ സാർ. സാർ ശരി, താമസിക്കും. ശരി. നീ വിഷമിക്കൊന്നും വേണ്ട സുശീലേ. സത്യന്റെ കല്യാണം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നടക്കും. അതിപ്പോ സച്ചി സാറിന്റെയും കൂടെ ആവശ്യമല്ലേ. അവർക്ക് മോളുടെ കല്യാണം അവളുടെ സമയദോഷത്തിന് മുന്നേ നടന്നു കിട്ടണമെന്നുള്ള ആഗ്രഹം മാത്രമേ കാണൂ ഭാനുമ്മേ. അമ്മാവൻ മരിച്ചതിന്റെ പെല നിൽക്കുമ്പോ ആഘോഷമൊന്നും ഇല്ലാതെ വെറും ഒരു ചടങ്ങ് മാത്രമായിട്ട് നടത്താൻ തീരുമാനിച്ച നമുക്കല്ലേ അതിന്റെ നഷ്ടം. അതുകൊണ്ട് നമുക്കെന്തോ നഷ്ടമാ സുശീല ഉണ്ടാവാൻ പോകുന്നത്? കല്യാണം ചെറിയ രീതിയിൽ നടത്തിയാ നമുക്കും ചെലവ് കുറയല്ലേ ഉള്ളൂ. അങ്ങനെ ചെലവ് കുറഞ്ഞൊരു കല്യാണം നടത്താനായിരുന്നെങ്കിലേ നമുക്ക് സത്യന് ആ സുധന്റെ മോളെ ആലോചിച്ച പോരായിരുന്നോ ഭാനുമ്മേ? സച്ചി സാറിന്റെ മോളുടെ ആലോചന വന്നപ്പോ ഞാൻ ചാടി വീണതേ
ഈ കുടുംബത്തിൽ അന്തസ്സായിട്ടൊരു ചടങ്ങ് നടന്ന് കാണാൻ വേണ്ടിയാ. ആ കുടുംബത്തിലെ അവസാനത്തെ കല്യാണം കണ്ട് നാട്ടുകാരുടെ കണ്ണ് തള്ളണം. സച്ചിസാറിന്റെ വീട്ടിലെ ജോലിക്കാരിയായിരുന്ന സുശീല ആ കുടുംബത്തിലെ ബന്ധുവായി കല്യാണ മണ്ഡപത്തിൽ തലയുയർത്തി നിൽക്കുന്നത് അസൂയോടെ എല്ലാരും നോക്കണം. അയ്യോ, എല്ലാവരും അസൂയയോടെ നോക്കിയാ അവരുടെയൊക്കെ കണ്ണു തട്ടി കല്യാണം കഴിയുമ്പോഴേക്കും നീ ഒരു പരുവായി പോകൂല സുശീലേ. അല്ല, ഒരു കാര്യം ചെയ്യ, നീയേ ആ മാരിയമ്മൻ കോവിലിൽ പോയി കല്യാണത്തിന് മുമ്പ് കണ്ണു തട്ടാതിരിക്കാനുള്ള യന്ത്രം ജപിച്ച് അരയിക്കെട്ട്. ഞാൻ ഗൗരവമായിട്ടൊരു കാര്യം പറയുമ്പോ നിങ്ങൾ എന്നെ കളിയാക്കണോ തള്ളേ? അയ്യോ, ഞാൻ കളിയാക്കിയതല്ല സുശീലേ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. അതിനിടയിൽ ഈ പെണ്ണ് ചിരിച്ചതിന് ഞാൻ എന്ത് ചെയ്യാനാ? ചിരിക്കടി. എന്റെ കണക്കൂട്ടിൽ എവിടെ ചെറ്റുന്നോ അപ്പോഴൊക്കെ എന്റെ മകൾക്ക് വലിയ സന്തോഷ. സത്യന്റെ കല്യാണം ആർഭാടത്തോടെ നടന്നാലേ ഞാനൊന്ന് തിളങ്ങുമെന്ന് ഇവൾക്കറിയാം. പെറ്റമ്മ അത്രമാത്രം ശോഭിക്കണ്ടെന്ന് ഒരു മകള് വിചാരിച്ച എന്ത് ചെയ്യും? എന്റെ അമ്മ, എനിക്ക് അമ്മ തിളങ്ങുന്നതിലും വിളങ്ങുന്നതിലും ഒരസൂയയില്ല. സത്യേട്ടന്റെ കല്യാണക്കാര്യത്തില് അമ്മയുടെ ആദ്യം കാണുമ്പോഴാ എനിക്ക് ചിരി വരുന്നത്. സത്യത്തിൽ അമ്മയേക്കാൾ ആദ്യം ടെൻഷനും വേണ്ടത് സച്ചി സാറിനല്ലേ. അവരുടെ മകളുടെ കല്യാണം ഏറ്റവും ഭംഗിയായി നടത്തണമെന്ന് അവരും ആഗ്രഹിച്ചതല്ലേ. ആ കുടുംബത്തിലെ ആദ്യത്തെ കല്യാണം, അതും ഒരേ ഒരു മകളുടെ കല്യാണം. സത്യേട്ടന്റെ ഒരു കല്യാണം ആഡംബരമായിട്ട് തന്നെ അമ്മ നടത്തിയതല്ലേ. അതുകൊണ്ട് ആ കല്യാണേ വെള്ളത്തിൽ വരച്ച വര പോലെ ആയതുകൊണ്ടാടി ഈ കല്യാണം അതിലും ഗംഭീരമാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. ഇതിന്റെ പകിട്ട് കണ്ട് പഴയതൊക്കെ എല്ലാവരും മറക്കണം. ആ, പകിട്ട് അല്പം കുറഞ്ഞാലും സത്യന്റെ ജീവിതം പഴയതുപോലെ ആവാതിരുന്നാ മതി സുശീലേ. ആ, അതിലാണ് നിന്റെയും കുടുംബത്തിന്റെയും വിജയം. അതിലൊക്കെ സുശീല ഇനി 100 മാർക്കിൽ വിജയിക്കും ഭാനുവമ്മേ. സച്ചിസാറിന്റെ മോളെ ഞാൻ ചെറുപ്പം മുതൽ കാണുന്നതല്ലേ. അവളെ എങ്ങനെ മേയ്ക്കണമെന്ന് എനിക്കറിയാം. എല്ലാം ഒത്തു വന്നതായിരുന്നു. അപ്പോഴേ കിളവന്റെ മരണം. ഇനി ജോത്സ്യം പറയുന്ന പോലെ ആയിരിക്കും കാര്യങ്ങൾ. നീരി അല്ല, എന്താ എല്ലാരും കൂടി ഒരു ചർച്ച? ആ, ഭാനുമ്മയുടെ കാലുവൻ എങ്ങനെയുണ്ട്? ഓ, എണ്ണയും കുഴമ്പും ഒക്കെ പരത്തി ഒരുവിധം ഉരുട്ടിക്കൊണ്ട് പോകുന്ന ഇന്ദിരാ. ആ, എന്നാ കട്ടപ്പുറത്താവുന്നെന്ന് പറയാൻ പറ്റില്ല. ഏയ്, അങ്ങനൊന്നും വരില്ല. ഭാനുമ്മ തയ്യാറായ നമുക്ക് നല്ലൊരു ഡോക്ടറെ പോയി കാണാം. അതെ, എല്ലാം സത്യന്റെ കല്യാണം കഴിഞ്ഞ് മതി ഇന്ദ്ര. അതിനിടയിൽ ഒന്നിനും നേരം ഉണ്ടാവില്ല. അതെ, നമുക്കേ സഞ്ചയനത്തിനു മുമ്പ് സച്ചി സാറിന്റെ അമ്മാവന്റെ വീട്ടിൽ ഒന്നുകൂടെ പോണം.